യുവജന സംഘടനകൾക്കിടയിൽ നടക്കുന്ന ആദ്യത്തെ ഒരു ചുവടുവെപ്പാണ് ഇത്. കലാ സാംസ്കാരിക മേഖലയിൽ യുവതയെ ചേർത്ത് നിർത്തി നടത്തേണ്ടതിന്റെ ആവശ്യകത കാലഘട്ടത്തിൽ അനിവാര്യമാണ് എന്ന് തിരിച്ചറിഞ്ഞ് ഡിവൈഎഫ്ഐ നടത്തുന്ന ആദ്യത്തെ യത്നമാണ് ഇത്. ഡിവൈഎഫ്ഐയുടെ മുഖമാസികയായ യുവധാരയുടെ ആഭിമുഖ്യത്തിൽ യുവധാര യൂത്ത് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ എന്ന പേരിൽ കഴിഞ്ഞ വർഷമാണ് ഇത് ആരംഭിക്കുന്നത്. യൂണിറ്റ് തലം മുതൽ സംസ്ഥാന തലം വരെ നടത്തപ്പെടുന്ന മത്സരങ്ങളിലൂടെ കടന്ന് ജനുവരി 9, 10, 11, 12 തീയതികളിൽ കൊച്ചിയിലാണ് ഇതിന്റെ സംസ്ഥാനതല മത്സരങ്ങൾ നടക്കുന്നത്. ഇതിന്റെ ജില്ലാതല ഉദ്ഘാടനമാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. മനുഷ്യർക്കിടയിൽ വെറുപ്പും വിദ്വേഷവും പ്രചരിക്കുകയും നമ്മുടെ രാജ്യത്തിന്റെ വൈവിധ്യങ്ങൾ തകർക്കപ്പെടുകയും ചെയ്യുന്ന കാലത്താണ് സെലിബ്രേഷൻ ഓഫ് ഡൈവേഴ്സിറ്റി എന്ന ആശയത്തെ അടിസ്ഥാനമാക്കി ഇങ്ങനെയൊരു സംവാദങ്ങളുടെ വേദി യുവധാര സംഘടിപ്പിക്കുന്നത്. സ്വാഗത ഭാഷണം നടത്തുന്നത് സംഘാടക സമിതി കൺവീനർ അഡ്വക്കേറ്റ് പി പ്രഗിൻലാൽ അവറുകളാണ്. അദ്ദേഹത്തെ സഹർഷം സ്വാഗത ഭാഷണത്തിനായി ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട സഖാക്കളെ, സുഹൃത്തുക്കളെ, ഡിവൈഎഫ്ഐയുടെ മുഖമാസികയായ യുവധാരയുടെ ആഭിമുഖ്യത്തിൽ യുവധാര യൂത്ത് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ 2ാം സീസൺ ജനുവരി 9 മുതൽ 12 വരെ ഫോർട്ട് കൊച്ചിയിൽ നടക്കുകയാണ്. ആയതിന്റെ ഭാഗമായിട്ടുള്ള മേഖലാ ബ്ലോക്ക് തല മത്സരങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് കോഴിക്കോട് ജില്ലാതല മത്സരങ്ങൾക്ക് ഇന്ന് കുന്നമംഗലം വേദിയാവുകയാണ്. ഡിവൈഎഫ്ഐയെ സംബന്ധിച്ച് നേരത്തെ സൂചിപ്പിച്ചതുപോലെ സമര സന്നദ്ധ പ്രവർത്തനങ്ങൾക്കപ്പുറത്തേക്ക് യുവതീ യുവാക്കളുടെ കലാപരമായ കഴിവുകൾ കണ്ടെത്തുന്നതിനും പ്രോത്സാഹനം നൽകുന്നതിനും ഒരു വേദി ഒരുക്കുക എന്നതോടൊപ്പം എഴുതിയതിൻ്റെ പേരിൽ മനുഷ്യൻ കൊല്ലപ്പെടുന്ന ഒരു രാജ്യത്ത് കേരള സ്റ്റോറികൾ പോലെയുള്ള സിനിമകൾ നിർമ്മിച്ച് സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്നതിന് സംഘടിതമായ ശ്രമങ്ങൾ നടത്തുന്ന ഒരു ഘട്ടത്തിലാണ് എല്ലാ വിഭാഗം ആളുകളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് കലയും രചനയും എല്ലാം മനുഷ്യനെ ഒന്നിപ്പിക്കുന്നതിനുള്ള വേദികളാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടുകൂടി ഇത്തരമൊരു ഉദ്യമം ഏറ്റെടുത്തിട്ടുള്ളത്. ഡിവൈഎഫ്ഐയുടെ മുഖമാസികയായ യുവധാരയുടെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന വ്യാപകമായി യൂത്ത് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചു വരികയാണ്. മേഖലാതലത്തിൽ മത്സരം സംഘടിപ്പിച്ചു. ബ്ലോക്ക് തലത്തിലെ മത്സരങ്ങൾ പൂർത്തീകരിച്ചതിന് ശേഷമാണ് ഇന്നിവിടെ നാം ഒത്തുചേരുന്നത്. ഇത്തരത്തിൽ ഒരു സാംസ്കാരിക പരിപാടിക്ക് യുവത നേതൃത്വം നൽകുന്നതിന് ചില പ്രത്യേക സവിശേഷ കാരണങ്ങൾ കൂടിയുണ്ട്. കാലഘട്ടത്തിന്റെ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് യുവതയെ ചേർത്ത് നിർത്തി കേരളത്തിലെ യുവജന പ്രസ്ഥാനത്തിന് കരുത്തും ഊർജവുമായ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് അവറുകളെ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിനായി ആദരവോടെ ക്ഷണിക്കുന്നു. അധ്യക്ഷൻ, മറ്റു സഖാക്കളെ, മത്സരാർത്ഥികളെ, നാട്ടുകാരെ, ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഡിവൈഎഫ്ഐ ലോകത്ത് തന്നെ യുവജനങ്ങൾ ഏറ്റെടുക്കേണ്ടതായിട്ടുള്ള, എന്നാൽ ഇതുവരെ ഏറ്റെടുക്കാത്ത തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിനാണ് നേതൃത്വം കൊടുത്തത്. ഒരു യുവജന സംഘടന എന്നുള്ള നിലക്ക് ഇത്രയും വിപുലമായ ഒരു സാഹിത്യ ഉത്സവം സംഘടിപ്പിക്കുന്നത് ഡിവൈഎഫ്ഐ മാത്രമായിരിക്കും. ഞങ്ങളിത് നേരത്തെ രജീഷൊക്കെ സൂചിപ്പിച്ചതുപോലെ ഇങ്ങനെ ഒരു പ്രവർത്തനയുമെല്ലാം ഇല്ലാതെയാക്കാനും സാംസ്കാരിക പ്രവർത്തനത്തെ പോലും ഏകശിലാരൂപത്തിലേക്ക് കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്ന തരത്തിലേക്കുമൊക്കെ രാജ്യം ഭരിക്കുന്നവർ പരിശ്രമിക്കുന്ന ഒരു ഘട്ടത്തിൽ കലയെയും സാംസ്കാരിക പ്രവർത്തനത്തെയും ഒക്കെ വിദ്വേഷം പ്രചരിപ്പിക്കുന്നതിനുള്ള ആയുധമാക്കാൻ ബോധപൂർവമായി ഉപയോഗിക്കുന്ന ഒരു ഭരണ സംവിധാനം നമ്മുടെ രാജ്യത്തുണ്ടാകുമ്പോൾ ലോകത്തിന് മുമ്പിൽ തന്നെ നമ്മുടെ രാജ്യം തലകുനിച്ചു നിൽക്കേണ്ട നിരവധിയായ അനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് എല്ലാ വ്യത്യസ്തതകളെയും എല്ലാ വിരുദ്ധ ചേരികളെയും ഒക്കെ ഉൾക്കൊള്ളുന്ന മനസ്സും വ്യത്യസ്ത കലകളെയും
സാംസ്കാരിക പ്രവർത്തനങ്ങളെയും ഒക്കെ നമ്മുടെ സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരണം എന്നുള്ള വലിയ ഒരു താല്പര്യത്തോടു കൂടി കൂട്ടായ്മകളെ ശക്തിപ്പെടുത്തണം, നാടിൻ്റെ ജനകീയ കൂട്ടായ്മകളെ ശക്തിപ്പെടുത്തണം, നാടിൻ്റെ സാംസ്കാരിക സാഹിത്യ കായിക മേഖലകളിൽ വലിയ രീതിയിലുള്ള ഇടപെടലുകൾ ഉണ്ടാകണം എന്നൊക്കെയുള്ള ഒരു ആലോചനയുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ പ്രവർത്തനം ഏറ്റെടുക്കുന്നത്. എന്ത് പറയണം, എന്ത് പാടണം, എന്ത് എഴുതണം എന്നൊക്കെ തീരുമാനിക്കേണ്ടത് ഭരണാധികാരികളല്ല എന്ന കൃത്യമായ നിശ്ചയത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞങ്ങൾ ഈ പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. മേഖലാ തലത്തിൽ തുടങ്ങി സംസ്ഥാന തലത്തിൽ വരെ സംഘടിപ്പിക്കുന്ന മത്സരങ്ങൾ ഞങ്ങൾ സംഘടിപ്പിച്ചത്. അതിൽ കഥയുണ്ട്, കവിതയുണ്ട്, പ്രസംഗമുണ്ട്, ക്വിസ് മത്സരങ്ങളുണ്ട്, ബാൻഡുണ്ട്, നാടൻ പാട്ടുണ്ട്, നാടകമുണ്ട്. ഇതിൻ്റെയൊക്കെ മത്സരങ്ങൾ മേഖലകൾ തുടങ്ങി ബ്ലോക്കിൽ തുടങ്ങി അങ്ങ് ജില്ല നടത്തി സംസ്ഥാനത്ത് ഇതിൻ്റെ ഒരു സംസ്ഥാന മത്സരങ്ങൾ കൂടി ഇതിൻ്റെ സമാന്തരമായി 5ാമത്തെ സ്റ്റേജ് 4-5 സ്റ്റേജുകളിലായി നമ്മൾ നടത്തുന്നത്. മർദ്ദനമിവിടെ പ്രഹരം വീഴുമ്പോൾ നോവുകയാണ് എൻ പുറത്ത് എന്ന് കൃഷ്ണവാര്യർ എഴുതി വെച്ചതുപോലെ ഈ ലോകത്തെവിടെയുള്ള മനുഷ്യന്റെ പുറത്ത് പ്രഹരം വീഴുമ്പോഴും അവന്റെ കൈകളിൽ ചങ്ങല വീഴുമ്പോഴുമെല്ലാം സ്വന്തമായി അത് തോന്നാൻ വേണ്ടി കഴിയുന്ന ഒരു സാഹോദര്യം ലോകത്ത് രൂപപ്പെട്ടു വരേണ്ടതുണ്ട്. സന്തോഷ് മാസ്റ്ററെ സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു. ഈ ചടങ്ങിന്റെ പ്രിയപ്പെട്ട അധ്യക്ഷൻ, വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, യുവതര YLF-ന്റെ ഭാഗമായി മത്സരിക്കാൻ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട കലാകാരന്മാരെ, സ്നേഹം നിറഞ്ഞ നാട്ടുകാരെ, കോഴിക്കോട് സാഹിത്യ നഗരമായി അതിൻ്റെ ഏറ്റവും വലിയ ആനന്ദത്തിൻ്റെ മുഹൂർത്തത്തിൽ നിൽക്കുമ്പോഴാണ് ഏറ്റവും പ്രിയപ്പെട്ട സാഹിത്യകാരൻ MT നമ്മെ വിട്ടുപിരിഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ഓർമ്മ പുതുക്കിക്കൊണ്ടാണ് ഈ YLF കുന്നമംഗലത്ത് ഇന്നലെ തുടക്കം കുറിച്ചത്. തൻ്റെ കലാസൃഷ്ടിയിലൂടെ കാലത്തോട് കലഹിച്ചുകൊണ്ട് അദ്ദേഹം നിർവഹിച്ച ആ സാഹിത്യപരമായ പോരാട്ടം DYFI പോലുള്ള യുവജന സംഘടനകൾക്കും എല്ലാ സാംസ്കാരിക സംഘടനകൾക്കും ഏറ്റവും വലിയ ഊർജ്ജമാണ് നൽകുന്നത്. ഒറ്റക്കാര്യം മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. MTയെക്കുറിച്ച് എല്ലാവരും പറഞ്ഞതിനപ്പുറത്ത് ഒരു പക്ഷേ ദേശാഭിമാനിയിൽ അല്ലെങ്കിൽ കൈരളിയിൽ മാത്രം വന്ന ഒരു വാർത്തയിൽ ഒതുങ്ങിപ്പോകുന്ന ഒരു സമരനായകൻ MTയിലുണ്ടായിരുന്നു. അത് SFIയും DYFIയും ഇവിടുത്തെ അധ്യാപക പ്രസ്ഥാനവും എല്ലാം തന്നെ ഒരുമിച്ച് കൈകോർത്ത് നിന്നുകൊണ്ട് അന്നത്തെ വിദ്യാഭ്യാസ കച്ചവടക്കാർ മലാപ്പറമ്പ് AUP സ്കൂൾ ബുൾഡോസർ വെച്ച് ഇടിച്ചു നിരത്തിയപ്പോൾ ഹൈവേയിൽ ആ റോഡിൽ തന്നെ സമരത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് ഇത് സാംസ്കാരിക ഫാസിസമാണെന്ന് ഉറക്കെ പ്രഖ്യാപിക്കാൻ മുന്നോട്ട് വന്ന MT എന്ന സമരനായകനെ ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ മരണവേളയിൽ പോലും ആരും ഓർത്തില്ല എന്നുള്ള ഒരു കാര്യം ഈ വേദിയിൽ വെച്ച് പറയാൻ മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതോടൊപ്പം നിർമാല്യം പോലുള്ള അദ്ദേഹത്തിൻ്റെ ഏറ്റവും മഹത്തായ സൃഷ്ടിയിലൂടെ ഈ കാലത്തിന്റെ മുഖത്തുള്ള അനാചാരങ്ങൾക്ക് മുമ്പിൽ അദ്ദേഹം കാർക്കിച്ച് തുപ്പി ആ കാർക്കിച്ച് തുപ്പൽ ഇന്നത്തെ കാലഘട്ടത്തിലാണെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മുടെ സമൂഹം പ്രതികരിക്കുക, അവിടെ എങ്ങനെയാണ് നമ്മുടെ സർഗാത്മകമായ ഇടപെടൽ നടത്താൻ കഴിയുക എന്നുള്ള വലിയ ആശങ്ക കൂടി സനാതന ധർമ്മം പോലുള്ള കാര്യങ്ങൾ ഊട്ടിയുറപ്പിക്കാൻ വലിയ രീതിയിലേക്കുള്ള കോലാഹലങ്ങൾ നാട്ടിൽ വരുമ്പോൾ കലയിലൂടെ അതിന്റെ സംസ്കാരത്തിലൂടെ നമുക്ക് അതിനെ പ്രതിരോധിക്കാം എന്നുള്ള വലിയ ഉണർവാണ് ഇത്തരം YLF പോലുള്ള പരിപാടികൾ നമ്മുടെ സമൂഹത്തിന് നൽകുന്ന പ്രചോദനം എന്ന് മാത്രം പങ്കുവെച്ചുകൊണ്ട് ഇതിനുവേണ്ടി നേതൃത്വം നൽകിയ DYFI അധ്യാപക പ്രസ്ഥാനത്തിന്റെ എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു.
മത്സരാർത്ഥികളെ, ഈ സാംസ്കാരിക സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന പൊതുജനങ്ങളെ, സുഹൃത്തുക്കളെ, ഇത്തരത്തിലൊരു പരിപാടി കുന്നമംഗലത്ത് സംഘടിപ്പിക്കപ്പെടുമ്പോൾ ഏറ്റവും സന്തോഷത്തോടു കൂടിയാണ് ഈ ഒരു കലാമത്സരങ്ങൾക്ക് വേദിയാക്കാൻ കുന്നമംഗലത്തെ സംഘാടക സമിതി എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത്. മറ്റ് പരിമിതികളൊക്കെ ചില കാര്യങ്ങൾക്കകത്തുണ്ടാവും. അത് സംഘാടക സമിതിയുമായിട്ട് ശ്രദ്ധയിൽപ്പെടുത്തിയാൽ ഞങ്ങൾ ആ സമയം തന്നെ പരിഹരിക്കുന്നതിന് വേണ്ടി സദാ ജാഗരൂകരായിരിക്കുമെന്നും കൂടി ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. ഏതായാലും ഇന്ന് നടക്കുന്ന വിവിധ കലാമത്സരങ്ങൾ വിവിധ വേദികളിലായിട്ടാണ് ഇവിടുത്തെ കലാമത്സരങ്ങൾ സജ്ജീകരിച്ചിട്ടുള്ളത്. 4 വേദികളിലായി കലാമത്സരങ്ങൾ നടക്കുന്നു. അതിനുശേഷം വലിയ ഒരു മെഗാ ഷോ ഉൾപ്പെടെയുള്ള പരിപാടികൾ ഈ വേദിക്കകത്ത് നടക്കും എന്നുകൂടി ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. ഈ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ച ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് സഖാവ് വി വസീഫിന് ഔപചാരികതയുടെ പേരിൽ ഈ സംഘാടക സമിതിക്ക് വേണ്ടി നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ഈ പരിപാടിക്കകത്ത് പങ്കെടുത്തിട്ടുള്ള ഡിവൈഎഫ്ഐയുടെ മുൻ സംസ്ഥാന ട്രഷറർ സഖാവ് SK സജീഷ്, അദ്ദേഹത്തിനും ഈ സംഘാടക സമിതിക്ക് വേണ്ടി നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ള അധ്യക്ഷത വഹിച്ചിട്ടുള്ള സഖാവ് LG ലിജീഷ്, ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി സഖാവ് PC ഷൈജു, ഡിവൈഎഫ്ഐയുടെ ജില്ലാ ട്രഷറർ സഖാവ് TK സുമേഷ്, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള K ഷഫീഖ്, ദീപ് പ്രേംനാഥ്, K അരുൺ, KM നിനു ഉൾപ്പെടെയുള്ള ഇതിൻ്റെ ഈ പരിപാടിക്കകത്ത് പങ്കെടുത്തിട്ടുള്ള മുഴുവൻ ആളുകളെയും, അതോടൊപ്പം തന്നെ ഇതിൻ്റെ സംഘാടകരായി പ്രവർത്തിക്കുന്ന നേരത്തെയുടെ കലാമത്സരങ്ങൾ ഉൾപ്പെടെ സമ്മാനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ള മുഴുവൻ ആളുകൾക്കും കലാകാരന്മാർക്കും ഈ പരിപാടി വീക്ഷിക്കാനെത്തിയ മുഴുവൻ ആളുകളെയും ഒരിക്കൽ കൂടി ഔപചാരികയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ഉദ്ഘാടന സെഷൻ അവസാനിച്ചതായി അറിയിക്കുന്നു.